ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഈ ബാലൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് ഫസ്റ്റ് ഡേ, ഇവിടുത്തെ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഷോ ആണ്. ഞാൻ ബെർലിനാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 10:45 രാവിലെ 10:45 ഷോയിന് ഞാൻ പോയി കാണുകയുണ്ടായി. അപ്പം ഓൾമോസ്റ്റ് മലയാള സിനിമകളെല്ലാം ഫസ്റ്റ് ഡേ തന്നെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറയണമെന്ന് ഒരു ആഗ്രഹം ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പല പ്രമുഖ റിവ്യൂ പറയുന്ന ആളുകളുടെയും റിവ്യൂ കേട്ടു ഇതിനെക്കുറിച്ച്. ഇത് എല്ലാവരും വളരെ ടെക്നിക്കലി വെല്ലായിട്ടുള്ള, വളരെ എന്താ പറയുക, പെർഫെക്ഷനുള്ള ഒരു ഡയറക്ഷനിൽ ഭയങ്കര എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉള്ള പടമായിട്ടും അതുപോലെ അഭിനയ മികവിനെ കുറിച്ചും ഒക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ ഇതിനൊന്നും എതിരല്ല. അഭിനയ മികവുണ്ട്, ഡയറക്ഷനുണ്ട്, ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ട്, ക്യാമറയുണ്ട്, അതേപോലെ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ലൊക്കേഷൻസൊക്കെ വളരെ നല്ല മികച്ചതാണ്. സംഭവങ്ങളെല്ലാം ശരിയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ, അതായത് ഈ സിനിമ കണ്ടിരിക്കുന്ന ഒരു പ്രേക്ഷകൻ്റെ, ഒരു നോർമൽ മനുഷ്യൻ്റെ മനസ്സ് വെച്ചിട്ട് അദ്ദേഹത്തിന് ഈ 2-2.5-3 മണിക്കൂറോളം ആ സിനിമയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ, എനിക്ക് എന്നാ ഇത് കുറച്ച് സമയം ഒക്കെ കണ്ടിരിക്കാം. ഇപ്പോൾ ആ തിയേറ്ററിൽ പോയിട്ട് ആ ഒരു എമൗണ്ട് കൊടുത്ത് അവിടെ ഇരുന്ന് കണ്ടതുകൊണ്ട് ഞാനത് ഫുള്ള് കണ്ടു. ചിലപ്പോൾ പക്ഷേ ടി വിയിലാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഞാനത് ഫുള്ളും കാണണമെന്നില്ല. എന്തുകൊണ്ടാണ് ആൾക്കാരിങ്ങനെ ഇതൊരു ഫാന്റാസ്റ്റിക് മൂവിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഒരു പ്രേക്ഷകന് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കണം. ഇതിനെക്കുറിച്ച് മോശമായിട്ടുള്ള റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ഞാൻ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ ഞാൻ ട്രെയിലറിൽ പ്രതീക്ഷിച്ച പല സാധനങ്ങളും എനിക്ക് സിനിമയിൽ കാണാൻ സാധിച്ചില്ല. അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചു പോയ ഒരു സിനിമയല്ല എനിക്കിവിടെ കിട്ടിയത്. എനിക്കറിയാൻ പാടില്ല എത്രത്തോളം ആളുകൾക്ക് ഇതേപോലെ ഇത് വർക്കാവുമെന്ന്. എനിവേ, ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം സജഷനാണ്. എനിക്കിതിവിടെ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പറയുന്നു. ഇത് ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടിയല്ല. നല്ല സിനിമകളുണ്ടാകട്ടെ, നല്ല കാലം ഉണ്ടാകട്ടെ. ഓക്കെ, ബൈ.